ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ എവിടെയാണ് എത്താൻ പോകുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ധാരണ നമുക്കുണ്ട്. അവർ കൊടുക്കുന്ന റിപ്പോർട്ട് ആർക്ക് അനുകൂലമായിരിക്കുമെന്ന് കൃത്യമായ ധാരണ നമുക്കുണ്ട്. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഹൈക്കോടതി ഇടപെട്ട് ഹൈക്കോടതി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അന്വേഷണ സംഘത്തിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പോലും ഒട്ടനവധി പരാതികൾ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അതുപോലും കൃത്യമായി നടക്കുമെന്നുള്ള വിശ്വാസം നമുക്കില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഭക്തജന സമൂഹം ആവശ്യപ്പെടുന്നു, ഇവിടുത്തെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നു, ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഹിന്ദു ഐക്യവേദിയാണ് ആദ്യമായി ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണം എന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത്. ആ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ സംഘടനകളും ഇപ്പോൾ രംഗത്ത് വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് CBI അന്വേഷിക്കണം എന്നാണ് ഇവിടുത്തെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്, ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ശബരിമലയെ സംരക്ഷിക്കുക, ദേവസ്വം ബോർഡ് സ്വയമേവ രാജിവെച്ച് ഒഴിയുക. ഒരാളെ പോലും നേരിട്ട് പോയി ക്ഷണിക്കാതെ, ഫോണിൽ വിളിച്ചും ഫോണിൽ വിളിക്കാതെയും അറിഞ്ഞും കേട്ടും സർവ്വസാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാർ അവിടെ വന്നു. പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വൈകുന്നേരത്തെ പരിപാടിയിൽ പങ്കെടുത്ത സംഖ്യ 15,000. പോലീസിന്റെ റിപ്പോർട്ട്. നമ്മുടെ റിപ്പോർട്ട് 20,000. 20,000 ഭക്തന്മാർ പമ്പളത്ത് വന്നു. എത്രയാ ചെലവെന്നറിയുമോ? ഞാനതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു. അതിനാകെ ചെലവ് വന്നത് 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ചെലവഴിച്ച പോലീസിന്റെ കണക്കനുസരിച്ച് 15,000 പേരെ സംഘടിപ്പിച്ച് പരിപാടി നടത്തിയ ആളുകളെയാണോ നിങ്ങൾ 3,000 പേർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് 627 പേരെ പങ്കെടുപ്പിച്ച് 8 കോടി രൂപ ചെലവഴിച്ച് അയ്യപ്പ സംഗമം നടത്തി വെല്ലുവിളിക്കുന്നത്? ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി പമ്പയുടെ തീരത്ത്, ആ പമ്പയുടെ ഓളങ്ങളിൽ കുഴിച്ചിട്ട കഥകൾ നമുക്കറിയാം.